ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തായലാർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഡൈനാമിക് റേഞ്ച്. എന്താണ് ഡൈനാമിക് റേഞ്ച്? നമ്മളിപ്പോൾ ഒരു മെയിൻലി ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വറീഡാകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവരാണ്. ഫോട്ടോഗ്രാഫിയിലും ഇത് ആവശ്യം വരാറുണ്ട് ചില സിറ്റുവേഷനിൽ. എന്നാലും കൂടി കൂടുതലും അതിനെക്കുറിച്ച് ആൾക്കാർ വേവലാതിപ്പെടുന്നത് കാണാറില്ല. പക്ഷേ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവർ എപ്പോഴും ക്യാമറ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ എത്ര സ്റ്റോപ്പാണ് ഡൈനാമിക് റേഞ്ച് എന്നുള്ള ഒരു കാര്യം എല്ലാവരും അന്വേഷിക്കുന്നതാണ് കാണാറുണ്ട്. കാരണം അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഡൈനാമിക് റേഞ്ച്. ഡൈനാമിക് റേഞ്ച് കുറയും തോറും സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവർക്ക് അതിൻ്റെ ആക്ച്വൽ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഡൈനാമിക് റേഞ്ച് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു വീടിനകത്ത് നിന്നിട്ട് അതിൻ്റെ കതകിലൂടെ അല്ലെങ്കിൽ ജനാലയിലൂടെ പുറത്ത് വെയിലത്ത് നിൽക്കുന്ന ഒരു മോഡലിനെ ഷൂട്ട് ചെയ്യണം. മോഡലിനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോർമലി മോഡലിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മീറ്ററിങ്ങും പുറത്ത് നിൽക്കുന്ന വെയിലത്ത് നിൽക്കുന്ന മോഡലിൻ്റെ അവിടെ നിന്നാണ് മീറ്ററിങ് എടുക്കുക, റൈറ്റ്? നിങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മോഡൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും, കറക്റ്റ് എക്സ്പോഷർ ആയിരിക്കും. അതേ സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തുള്ള ഒരു വിൻഡോ ആണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു മതിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചുമരുണ്ടാവുമല്ലോ. ആ ചുമരിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എന്തൊക്കെയാണുള്ളത്, അവിടെ ചിലപ്പോൾ ഒരു മോഡൽ പുറത്ത് നിൽക്കുന്നു, ഇവിടെ ഒരാൾ നിന്നിട്ട് ആ മോഡലിനെ നോക്കുന്നതാണ്. അപ്പോൾ പുറത്തുള്ള മോഡലിന് വേണ്ടി നിങ്ങൾ എക്സ്പോഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തു നിന്ന് നോക്കുന്ന ആളുടെ മുഖത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ടോ? നോർമലി കാണാൻ പറ്റാറില്ല. കാരണം നിങ്ങൾ പുറത്തുള്ള മോഡലിന് വേണ്ടിയിട്ട് എക്സ്പോഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്ത് പ്രകാശം കുറവാണെങ്കിൽ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആവും. അപ്പം ഒരു വെള്ള വിൻഡോ ഫ്രെയിമൊക്കെ ഒരു കറുത്തൊരു ഫ്രെയിമിലേക്ക് കൂടി നിങ്ങൾക്ക് പുറത്തോട്ട് കാണുന്നത് പോലെ തോന്നും. അതായത് അകത്ത് എന്തെങ്കിലും ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു നിഴൽ പോലെ കാണുള്ളൂ. നിഴൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖമോ ഡീറ്റെയിൽസോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവില്ല, ആ ഷേപ്പ് മാത്രം കാണും. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ, അതേപോലെ സിനിമ ചെയ്യുന്നവർ ഇപ്പം ഒരു പാനിങ് ഷോട്ട് ഇങ്ങനെ വരികയാണ്. അതായത് പുറത്തുനിന്ന് ഒരാൾ നടന്നു വന്ന് വീടിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ പാനിങ് ഷോട്ട് അദ്ദേഹം പുറത്തു നിന്നുള്ള ഇതിനു വേണ്ടി പുറത്തുനിന്ന് നടന്നു വരുന്ന ആ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ട് മോഡൽ നടന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ അവിടെ ലൈറ്റ് വളരെ കുറവാണ്. ആ സമയത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ മോഡൽ കംപ്ലീറ്റ്ലി ഇരുട്ടായിരിക്കും, ഒരു നിഴൽ മാത്രം. കാരണം ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും ഒന്നും ഏതാണെന്ന് മനസ്സിലാവില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ആ സമയത്ത് നമുക്ക് സീൻ കട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളിൽ അവർ ഒരു സീൻ പുറത്തു നിന്നല്ല എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും കട്ട് ചെയ്യാതെ അകത്ത് കയറി ചിലപ്പോൾ അദ്ദേഹം റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അങ്ങോട്ട് പോകുന്നത് കംപ്ലീറ്റ് ഒറ്റ ഷോട്ടിൽ എടുത്തിട്ടുണ്ടാവും. അവിടെ പ്രകാശം കുറവായിരിക്കും, പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഡൈനാമിക് റേഞ്ചിൻ്റെ ഒരു എഫക്റ്റ്. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് മുതൽ എത്ര ഇരുട്ടത്ത് വരെ അതിന് പ്രകാശം റീഡ് ചെയ്യാൻ പറ്റുന്നു. ഒറ്റ ഫ്രെയിമിൽ എത്രത്തോളം ബ്രൈറ്റ്നെസ്സും എത്രത്തോളം ഡാർക്ക്നെസ്സും അതിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിൻഡോയിലേക്ക് കൂടി നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്യാണ്. വിൻഡോയിലൂടെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഡൈനാമിക് റേഞ്ചുള്ള ക്യാമറയാണെങ്കിൽ വിൻഡോൻ്റെ അകത്ത് ലോ ലൈറ്റിലുള്ള ഡീറ്റെയിൽസും അത് നല്ല സൂപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യും. അതേസമയത്ത് നമ്മുടെ നോർമൽ DSLR അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊബൈൽ ക്യാമറാസ് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എവിടെയാണോ നമ്മൾ മീറ്ററിങ് ചെയ്യുന്നത് അവിടെയുള്ള ഡീറ്റെയിൽസിനനുസരിച്ചിട്ട് നല്ലപോലെ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ളത് കംപ്ലീറ്റ് വെള്ളയായിട്ടും കുറച്ച് പ്രകാശം കുറവാണെങ്കിൽ അവിടെ മൊത്തം ഇരുട്ടായിട്ട് മാറും. അതാണ് ഡൈനാമിക് റേഞ്ച് കുറഞ്ഞാലുള്ള പ്രശ്നം. ഫോട്ടോഗ്രാഫിയിൽ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് HDR എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 3 എക്സ്പോഷറിൽ ഒരു ഫോട്ടോ എടുക്കും. ഒരേ ഫ്രെയിം ക്യാമറ അതുപോലെ വെച്ചിട്ട് നല്ല ഷട്ടർ സ്പീഡ് ഒരു നമ്മുടെ നോർമൽ എക്സ്പോഷറിൽ ഒരു ഫോട്ടോയും പിന്നെ അതിൻ്റെ ഷട്ടർ സ്പീഡ് ഡബിൾ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കും. അതിൻ്റെ ഷട്ടർ സ്പീഡ് നോർമലിനേക്കാളും പകുതിയാക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ 3 ഫോട്ടോ ഇത് തമ്മിൽ മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് നോർമലിൽ എടുക്കുമ്പോൾ സാധാരണ ഉള്ള അവൈലബിൾ ലൈറ്റിനനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ നല്ല ബ്രൈറ്റായ ലൈറ്റുള്ള ഭാഗത്ത് ഡീറ്റെയിൽസ് ഒക്കെ ബേൺ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് ഡബിൾ ചെയ്യുമ്പോൾ
ഏറ്റവും കൂടുതൽ ലൈറ്റുള്ള ഭാഗത്തുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും. പക്ഷേ നോർമൽ ലൈറ്റുള്ള ഭാഗത്തൊക്കെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും. അതുപോലെ തീരെ ലൈറ്റ് കുറഞ്ഞ ഭാഗത്ത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ ഷോട്ട് എടുക്കുന്ന ഷട്ടർ സ്പീഡ് നോർമലിനേക്കാൾ പകുതിയാക്കിയിട്ടാണ്. അപ്പോൾ കൂടുതൽ സമയം സെൻസറിലേക്ക് വെളിച്ചം വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വെളിച്ചം കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റായി കിട്ടുകയും നോർമൽ ലൈറ്റിംഗ് ഉള്ള ഭാഗത്ത് ഓവർ എക്സ്പോസ് ആയിട്ട് അതുപോലെ കൂടുതൽ ലൈറ്റുള്ള ഭാഗത്ത് കംപ്ലീറ്റ്ലി ബേൺ ആയിട്ടുള്ള ഒരു പിക്ചറും കിട്ടും. ഇത് മൂന്നും തമ്മിൽ മേർജ് ചെയ്യുമ്പോൾ നമുക്ക് ലോ ലൈറ്റ്, അതായത് ഇരുണ്ട ഭാഗത്തുള്ള ഡീറ്റെയിൽസും നോർമൽ ലൈറ്റുള്ള ഭാഗത്തുള്ള ഡീറ്റെയിൽസും ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തുള്ള ഡീറ്റെയിൽസും ഒന്നിച്ച് മേർജായി ഒരു നല്ല ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള ഒരു പിക്ചർ കിട്ടും, ഒരു ചിത്രം കിട്ടും. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിൽ ഈ ഡൈനാമിക് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം ഓവർകം ചെയ്യാറ്. പക്ഷേ ഒരു ഈവൻ്റ്, ഒരു വെഡ്ഡിങ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു മോഡലിന് അല്ലെങ്കിൽ ഒരു മൂവിങ് സബ്ജക്റ്റ് ഉള്ള ഒരു സീനിൽ നമ്മൾക്ക് ഇങ്ങനെ HDR എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സീനറീസ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംഭവങ്ങൾ, ബിൽഡിങ്സ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു മൂവിങ് സബ്ജക്റ്റുള്ള വരുന്ന ഒരു ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരിക്കലും ആ ഒരു ഫോട്ടോ HDR ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു സബ്ജക്റ്റിനെ അതുപോലെ അവിടെ ഇത്രയും 3 ഷോട്ട് എടുക്കുന്ന നേരം നിർത്തുക എന്നുള്ളത് ചെറിയൊരു മൂവ്മെൻറ്റ് എന്തായാലും വന്നു പോകും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാമറയ്ക്ക് ഒരേ സമയത്ത് ഇത് മൂന്നും ഇത്രയും, അതായത് നോർമൽ ലൈറ്റിങ്ങും പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷനിലും ഡാർക്ക് ആയിട്ടുള്ള പോർഷനിലുള്ള ലൈറ്റ് ഒരേ സമയത്ത് റീഡ് ചെയ്തെടുക്കാൻ അതിൻ്റെ സെൻസറിന് അത്രയും ഡൈനാമിക് റേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ ചിത്രത്തിന് ഒരു എക്സ്ട്രാ ബ്യൂട്ടിയും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ടെങ്കിൽ ആ ചിത്രത്തിന് ഒരു എക്സ്ട്രാ ബ്യൂട്ടി തന്നെയാണ്. അത് മെയിനായിട്ട് നമ്മൾക്ക് മുമ്പൊക്കെ ഇംഗ്ലീഷ് സിനിമയിലാണെങ്കിൽ ഇപ്പം മലയാളം സിനിമയിലെല്ലാം ഈ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വരുന്ന ഒരുവിധം സിനിമകളിലൊക്കെ നല്ല ക്യാമറകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ബ്രൈറ്റായ ഒരു ഭാഗത്തു നിന്ന് ഒരേ സീൻ കട്ട് ചെയ്യാതെ ഇരട്ടായിട്ടുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും വെളിച്ചത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതേസമയത്ത് അവിടെ എന്താണ് മോഡൽ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഡൈനാമിക് റേഞ്ച് കൂടുതലുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത. ഡൈനാമിക് റേഞ്ച് എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോർമൽ എക്സ്പോഷറിനേക്കാളും എത്രത്തോളം കൂടുതൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ ആ ക്യാമറയ്ക്ക് അവിടെയുള്ള ഡീറ്റെയിൽസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നോർമൽ എക്സ്പോഷറിനേക്കാളും എത്രത്തോളം താഴോട്ട് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ഡൈനാമിക് റേഞ്ചിൻ്റെ മെയിൻ ഉദ്ദേശം. ഇപ്പോൾ ഡൈനാമിക് റേഞ്ച് കൂടുതൽ വരുന്തോറും നമ്മൾക്ക് പല ലൈറ്റിംഗ് സിറ്റുവേഷൻസിൽ ഒരേ സീനിൽ എടുക്കാൻ പറ്റും. അതുപോലെ ആ കിട്ടുന്ന ചിത്രത്തിന് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. പ്രകാശിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡൈനാമിക് റേഞ്ച് പറയുക എത്ര സ്റ്റോപ്പാണ് എന്നുള്ളതാണ്. നമ്മുടെ അപ്പർച്ചർ എഫ് സ്റ്റോപ്പ് പറയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും. 100% ലൈറ്റ് അവിടെയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടെങ്കിൽ 50% ലൈറ്റിൽ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 25%-ൽ വീണ്ടും ലൈറ്റ് റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 12.5, 6.25 അങ്ങനെ അത് കുറഞ്ഞ് എത്ര സ്റ്റെപ്പുകളായിട്ട് അതിന് ലൈറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ചെറിയ ലൈറ്റ് അതിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒരേ സമയത്ത് ബ്രൈറ്റായ ഭാഗത്തുള്ള ഡീറ്റെയിൽസ് കിട്ടുന്ന അതേ സമയത്ത് എത്രത്തോളം ചെറിയ ലൈറ്റിൽ അത് ഡീറ്റെയിൽസ് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം അതിന് ലൈറ്റ് റീഡ് ചെയ്യാനുള്ള ആ റേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ശരിക്കുള്ള ഉദ്ദേശം. അപ്പോൾ സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി ക്യാമറ വാങ്ങിക്കുന്നവർ എപ്പോഴും വാങ്ങിക്കുന്നതിന് മറ്റുള്ള ഫെസിലിറ്റീസ് നോക്കുന്നതിന് മുൻപേ എത്ര സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആദ്യം ചോദിക്കുക. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാനൺ 5Dയിലാണ്. 5Dയിൽ എനിക്ക് തോന്നുന്നു 12 സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന മിറർലെസ്സിൻ്റെ കുറച്ച് ക്യാമറകളിൽ 13.5 സ്റ്റോപ്പ് വരെയും ഡൈനാമിക് റേഞ്ച് ഉണ്ട്. സിനിമ ക്യാമറകൾ എന്ന് പറയുന്ന ബ്ലാക്ക് മാജിക്, റെഡ് ഇതിലൊക്കെ 16 സ്റ്റോപ്പ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് മാജിക്കിൻ്റെ ചില മോഡലുകളിൽ 16 സ്റ്റോപ്പ് കിട്ടുന്നുണ്ട്. റെഡിൽ 16 ഉണ്ട്. പക്ഷേ വേറെ എക്സ്പെൻസീവായ ചില ക്യാമറകളിൽ 16.5 വരെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരേ സമയത്ത് നല്ല ബ്രൈറ്റ് ആയതും ഏറ്റവും ഇരുണ്ട ഭാഗത്തുള്ള ഡീറ്റെയിൽസ് പോലും നല്ല രീതിയിൽ റീഡ് ചെയ്തെടുക്കാൻ ആ ക്യാമറയ്ക്ക് കഴിയും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഡൈനാമിക് റേഞ്ച് കൂടുന്തോറും ക്യാമറയുടെ കോസ്റ്റും കൂടും, അതിൻ്റെ വില കൂടും. കാരണം അതിൻ്റെ സെൻസർ അത്രയും പവർഫുള്ളാണ്. അത് ഏത് ചെറിയ ലൈറ്റും അത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഡൈനാമിക് റേഞ്ചിൻ്റെ ഈ ഒരു പ്രശ്നം പറഞ്ഞത് അത് ഓവർകം ചെയ്യണം. ഇപ്പം പുറത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്നത് അകത്ത് വന്നിട്ട് ഒരു റൂമിലോട്ട് പോകുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേറെ വഴികളുണ്ട്. കാരണം ലൈറ്റിംഗ് ചെയ്തിട്ട് ഇൻഡോറിൽ പുറത്തുള്ള ലൈറ്റിനനുസരിച്ച് ഇൻഡോറിൽ ലൈറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ
പുറത്തുനിന്ന് ആ സബ്ജക്റ്റ് അകത്ത് കയറി വന്നു കഴിഞ്ഞാലും കാണുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. പക്ഷേ നോർമലി നമ്മൾ ഒരു ഡ്രാമ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പം നോർമലി ആരും അത്ര ഇൻഡോറിലധികം ലൈറ്റപ്പ് ചെയ്യില്ല. ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടുതലും എന്താ പറയുക, ഒരു ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ അതേ സമയത്ത് അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കാണിച്ചക്കാരന് വ്യക്തമായി മനസ്സിലാവുകയും വേണം. അവിടെയൊക്കെയാണ് ഡൈനാമിക് റേഞ്ച് ശരിക്കും നല്ലൊരു റോള് വരുന്നത്. ഡൈനാമിക് റേഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. നിങ്ങൾക്ക് ഡൈനാമിക് റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വാട്സപ്പിലുള്ള സപ്പോർട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ആരും വാട്സപ്പിലോട്ട് ചോദ്യങ്ങൾ ദയവായിട്ട് അയക്കാതിരിക്കുക. കാരണം ഓരോ ദിവസവും ഈ വാട്സപ്പ് നമ്പർ ഞാൻ ഫോട്ടോഗ്രാഫി സപ്പോർട്ടിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു ഫോണായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഓരോരുത്തരും എന്നെ പല ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ടിട്ട് എനിക്ക് ദിവസം ഈവനിങ്ങിൽ എന്തായാലും ഒരു 30-35 ഗ്രൂപ്പുകളിൽ എന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒരു എന്താ പറയുക, കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ വാട്സപ്പിൻ്റെ സപ്പോർട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. മെയിലുണ്ടാവും, ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടാവും, അതേപോലെ ഈ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്ന ചോദ്യങ്ങൾക്കും പരമാവധി ഉത്തരങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനെ കുറിച്ച് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ കംപ്ലീറ്റ് നോട്ട് ചെയ്തിട്ട് പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ചാനൽ, ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ ഒരു ചാനൽ, ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതിന് നമുക്ക് വേറെ അഡ്വർടൈസിങ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇത് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി വേറെ പ്ലാറ്റ്ഫോമോ ഓൺലൈൻ മാർക്കറ്റിങ്ങോ അങ്ങനത്തെ ഒരു സിസ്റ്റവും ഇല്ല. അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ ഇതുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ എനർജി ഉണ്ടാവും, കൂടുതൽ ഉത്സാഹം ഉണ്ടാകും, കാര്യങ്ങൾ കൂടുതൽ നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഡിഫറൻസ് നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് വായിക്കുമ്പോൾ കൂടുതലൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് സ്ക്രോൾ ബാക്ക് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അന്ന് ഞാൻ ഫസ്റ്റിൽ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട്, കാരണം ഫോട്ടോഗ്രാഫി കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ അടുത്ത കാലത്താണ്. അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻസോ അതൊക്കെ ഇന്ന് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തുടങ്ങി 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 2 വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റം ഒരു നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഓരോ വീഡിയോസിലും ഉണ്ടായിരുന്ന ഒരു ഫേസ് എക്സ്പ്രഷൻസ്, അതുപോലെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പം എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലക്ഷ്യവും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.